എം ജി യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെമസ്റ്റർ BSc കോംപ്ലിമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സ് പേപ്പറായിട്ടുള്ള പ്രോബബിലിറ്റി തിയറിയുടെ ഒക്ടോബർ 2022 ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ഈ വീഡിയോയിൽ പാർട്ട് സി 15 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ 22nd ക്വസ്റ്റ്യൻ നോക്കാം. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബേസ് തിയറം. അപ്പോൾ ബേസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ നോക്കുന്നത്. ലെറ്റ് എസ് ബി ദ സാമ്പിൾ സ്പേസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് വിച്ച് ഇസ് പാർട്ടീഷൻഡ് ഇൻ ടു എൻ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് B1, B2, etc. Bn. Let A be an event in the sample space which can happen only if any one of the events B1, B2, etc. Bn happens. Then probability of Bi given A is equal to probability of Bi into probability of A given Bi divided by probability of B1 into probability of A given B1 plus probability of B2 into probability of A given B2 etc. plus probability of Bn into probability of A given Bn, where I is equal to 1, 2, 3 etc. up to n. Or probability of Bi given A can be written as probability of Bi into probability of A given Bi divided by summation I is equal to 1 to n probability of Bi into probability of A given Bn. അപ്പോൾ നമുക്കൊന്ന് പ്രൂവ് ചെയ്യാം. പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യാൻ പോകുന്നത് പ്രോബബിലിറ്റി ഓഫ് Bi given A ആണ്. വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് Bi given A? ദിസ് ഇസ് എ കണ്ടീഷണൽ പ്രോബബിലിറ്റി അല്ലേ. അപ്പോൾ കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻ പ്രകാരം നമുക്കറിയാം, ഇപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് വരികയാണെങ്കിൽ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് പ്രോബബിലിറ്റി ഓഫ് ഇവരുടെ രണ്ടുപേരുടെ ഇൻ്റർസെക്ഷൻ അവിടെ. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് ന്യൂമറേറ്ററിലും ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ഇപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ എന്നും വരും. അപ്പോൾ അതേപോലെ പ്രോബബിലിറ്റി ഓഫ് Bi ഗിവൺ എ ക്യാൻ ബി റിട്ടൺ ആസ് പ്രോബബിലിറ്റി ഓഫ് Bi intersection A divided by probability of A എന്ന് നമുക്ക് എഴുതാം അല്ലേ. ദറ്റ് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് Bi given A? അപ്പോൾ ബൈ മൾട്ടിപ്ലിക്കേഷൻ തിയറം നമുക്കറിയാം, ഇപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി വരികയാണെങ്കിൽ അല്ലെങ്കിൽ ബി ഇൻ്റർസെക്ഷൻ എ ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ തിയറം പ്രകാരം നമുക്കിതിനെ ഒന്നില്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ബി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന രൂപത്തിൽ എഴുതാം. ദിസ് ഇസ് ദ മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി. അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിനെ ഇവിടെ ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് പ്രോബബിലിറ്റി ഓഫ് Bi ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ Bi എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഈസ് പ്രോബബിലിറ്റി ഓഫ് എ. ഇനി നമ്മൾ അടുത്തതായിട്ട് എങ്ങനെയാണ് ഈ ഡിനോമിനേറ്ററിനെ മാറ്റി എഴുതാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് എ? നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്, ബേസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്, എ എന്ന് പറഞ്ഞ ഇവൻ്റ് ഒക്കർ ചെയ്യുന്നത് എപ്പോൾ മാത്രമാണ്? ഓൺലി ഇഫ് ആൻഡ് ഓൺലി ഇഫ് B1, B2 etc. Bn happens. ഇതിലുള്ള B1, B2 etc. Bn എന്ന് പറഞ്ഞ ഇവൻറ്റുകളിൽ ഏതെങ്കിലും ഒന്ന് നടന്നാൽ മാത്രമേ എ എന്ന് പറഞ്ഞ ഇവൻറ്റിന് ഒക്കർ ചെയ്യാൻ പറ്റുള്ളൂ. Therefore, probability of the event A can be written as probability of A എന്ന് പറഞ്ഞ ഇവൻറ്റിന് എങ്ങനെയൊക്കെ നടക്കാം? ഒന്നില്ലെങ്കിൽ B1 എന്ന് പറഞ്ഞ ഇവൻറ്റ് നടക്കാം ആൻഡ് എക്ക് ഒക്കർ ചെയ്യാം അല്ലേ. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇങ്ങനെ നടക്കാം, ഓറിനെ നമുക്ക് യൂണിയൻ വെച്ചിട്ട് എഴുതാം. അല്ലെങ്കിൽ B2 എന്ന് പറഞ്ഞ ഇവൻ്റ് നടക്കാം ആൻഡ് ഇൻ്റർസെക്ഷൻ എ നടക്കാം. അല്ലെങ്കിൽ ഓർ B3 എന്ന് പറഞ്ഞ ഇവൻ്റ് നടക്കുക ആൻഡ് എ നടക്കാം. അങ്ങനെ നമുക്ക് ഈ ഇവൻറ്റുകളെ നമുക്ക് ഇങ്ങനെ ഈ രൂപത്തിൽ എഴുതാം. ആൻഡ് ലാസ്റ്റ് Bn ഇൻ്റർസെക്ഷൻ എ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ടേമുകളെ എഴുതാം. അപ്പോൾ ഈ ടേമുകളെല്ലാം നോക്കാം. ഇവിടെയുള്ള ഓരോ ടേമുകളും ഇതിൽ ഏതെങ്കിലും ഒന്നേ അറ്റ് എ ടൈം നടക്കുള്ളൂ. എ നടക്കുക എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ B1 നടന്നിട്ട് എ നടക്കും, അല്ലെങ്കിൽ B2 നടന്നിട്ട് എ നടക്കും, അങ്ങനെ വരുള്ളൂ. അല്ലെങ്കിൽ ഇത് ഒന്നിച്ചിട്ട് ഒരിക്കലും നടക്കില്ല. അതായത് അതിൻ്റെ അർത്ഥം ഈ എഴുതിയിരിക്കുന്ന ഓരോ ബ്രാക്കറ്റിലുള്ള ഓരോ ഇവൻറ്റുകളും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്.
മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ നമുക്കുള്ള സൗകര്യം യൂണിയൻ്റെ പ്രോബബിലിറ്റീനെ സം ഓഫ് ദ പ്രോബബിലിറ്റി ആയിട്ട് എഴുതാം. ദറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് B1 intersection A plus probability of B2 intersection A etc. plus probability of BN intersection A എന്ന് ഇവരെ നമുക്ക് എഴുതാം. സിൻസ് ഈ ഇവൻറ്റുകൾ അതായത് BI ഇൻ്റർസെക്ഷൻ A എന്ന് പറഞ്ഞ ഇവൻറ്റ്സ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഇവർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റുകളായതുകൊണ്ടാണ് ഈ യൂണിയൻ്റെ പ്രോബബിലിറ്റീനെ സം ഓഫ് ദെയർ പ്രോബബിലിറ്റീസ് എന്ന് എഴുതാൻ പറ്റുന്നത്. അതിനുശേഷം ഇവിടെയുള്ള ഓരോ ഇവൻറ്റിനെയും നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലിക്കേഷൻ തിയറം ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇപ്പോൾ പ്രോബബിലിറ്റി ഓഫ് B1 ഇൻ്റർസെക്ഷൻ എനെ പ്രോബബിലിറ്റി ഓഫ് B1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A ഗിവൺ B1 എന്ന് എഴുതാം, പ്ലസ് പ്രോബബിലിറ്റി ഓഫ് B2 ഇൻ്റർസെക്ഷൻ എനെ പ്രോബബിലിറ്റി ഓഫ് B2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A ഗിവൺ B2 എന്ന് എഴുതാം. അങ്ങനെ ലാസ്റ്റ് ടേം പ്രോബബിലിറ്റി ഓഫ് BN ഇൻ്റർസെക്ഷൻ എനെ പ്രോബബിലിറ്റി ഓഫ് BN ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A ഗിവൺ BN എന്ന രീതിയിൽ നമുക്ക് എഴുതാം. ഓർ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് സമ്മേഷൻ വെച്ച് എഴുതുകയാണെങ്കിൽ സമ്മേഷൻ I is equal to 1 to n probability of BI ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A ഗിവൺ BI എന്ന് പ്രോബബിലിറ്റി ഓഫ് എനെ നമുക്ക് എഴുതാം അല്ലേ. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇതിനെ നമുക്ക് ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore we can write probability of BI given A. ഇവിടെ കണ്ടുവച്ചിരിക്കുന്നത് അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദറ്റ് ഈസ് ഈക്വൽ ടു ന്യൂമറേറ്റർ ഓൾറെഡി നമ്മൾ കണ്ടുവച്ചതാണ്, പ്രോബബിലിറ്റി ഓഫ് BI ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A ഗിവൺ BI. ദിസ് ഇസ് ദി ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ P ഓഫ് എയുടെ സ്ഥാനത്ത് നമുക്ക് എന്തെഴുതാം? സമ്മേഷൻ I is equal to 1 to n പ്രോബബിലിറ്റി ഓഫ് BI ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A ഗിവൺ BI എന്ന് എഴുതാം. ഇങ്ങനെയാണ് നമ്മൾ ബേസ് തിയറം പ്രൂവ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് പാർട്ടിൽ പറയുന്നത് ദ ചാൻസസ് ഓഫ് XYZ becoming the manager of a company are in the ratio 4:2:3. The probability that a bonus scheme will be introduced if XYZ become the managers are 0.3, 0.5 and 0.8 respectively. The bonus scheme was introduced. What is the probability that X is appointed as the manager? അപ്പം ഈ പ്രോബ്ലം ഒരു ബേസ് തിയറത്തിൻ്റെ ബേസിസിലുള്ള പ്രോബ്ലമാണ്. അപ്പോൾ ഇത്തരം പ്രോബ്ലങ്ങളിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് 2 സ്റ്റേജ് റാൻഡം എക്സ്പെരിമെൻറ്റുകളാണ്. അതായത് ആ റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ നടക്കുന്ന ഇവൻറ്റുകളുണ്ടാവും. അവരെ നമ്മൾ B1, B2, B3 എന്ന പേരുകൾ കൊടുക്കുന്നു. ആൻഡ് സെക്കൻഡ് സ്റ്റേജിൽ വരുന്ന ഇവൻറ്റുകളുണ്ടാവും. അവരെ നമുക്ക് സെക്കൻഡ് സ്റ്റേജിലുള്ള ഒരു ഇവൻറ്റ് അതിനെ നമുക്ക് A എന്ന് പേര് കൊടുക്കും. അപ്പോൾ ഇവിടുത്തെ റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ആര് മാനേജർ ആവും എന്നുള്ളതാണ്. അപ്പം ഫസ്റ്റ് സ്റ്റേജിൽ ഒന്നില്ലെങ്കിൽ X മാനേജർ ആവാം, അല്ലെങ്കിൽ Y മാനേജർ ആവാം, അല്ലെങ്കിൽ Z മാനേജർ ആവാം. അപ്പം അത്തരം ഇവൻറ്റുകളെ നമ്മൾ B1, B2, B3 എന്നാണ് പേര് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ 3 പേര് മാനേജർ ആവാം. അപ്പം ഞാൻ B1 കൊണ്ട് ഉദ്ദേശിക്കുന്നത് X ബിക്കംസ് ദി മാനേജർ. X മാനേജർ ആവുക എന്ന് പറയുന്നതിനെയാണ് നമ്മൾ B1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ B2 കൊണ്ട് ഉദ്ദേശിക്കുന്നത് Y ബിക്കംസ് ദ മാനേജർ. ആൻഡ് B3 കൊണ്ട് ഉദ്ദേശിക്കുന്നത് Z ബിക്കംസ് ദ മാനേജർ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റേജ് ഇവൻറ്റ്സ് B1, B2 ആൻഡ് B3 എന്ന് നമ്മൾ അവരെ പേര് കൊടുത്തിരിക്കുന്നു അല്ലേ. അപ്പോൾ അതിനുള്ള പ്രോബബിലിറ്റി, അതിൻ്റെ പ്രോബബിലിറ്റിയുടെ റേഷ്യോ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതായത് 4:2:3 എന്നുള്ള രീതിയിലാണ് ഇവരുടെ ചാൻസസ്. അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ റേഷ്യോയിലാണ് നമുക്കൊരു ഡാറ്റ തന്നിരിക്കുന്നത്, പ്രോബബിലിറ്റി തന്നിരിക്കുന്നത് എങ്കിൽ, ചാൻസസ് തന്നതെങ്കിൽ ഇവരെ നമ്മൾ പ്രോബബിലിറ്റിയിലേക്ക് എങ്ങനെയാണ് മാറ്റാൻ നോക്കാം. അപ്പോൾ ഇവിടെ 4:2:3, അതായത് ഇതിൻ്റെ സം എടുക്കുക. അതായത് 4 + 2 + 3 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 9 അല്ലേ. അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ
എക്സ് മാനേജർ ആവാനുള്ള പ്രോബബിലിറ്റി, ദറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് B1 എന്ന് പറയുന്നത് 4/9 ആയിരിക്കും. എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് B1 വിൽ ബി 4 ടോട്ടൽ. അതേപോലെ പ്രോബബിലിറ്റി ഓഫ് B2 എന്ന് പറയുന്നത് Y മാനേജർ ആവാനുള്ള പ്രോബബിലിറ്റി, ദാറ്റ് വിൽ ബി 2/9, 2 ഡിവൈഡഡ് ബൈ ടോട്ടൽ. ആൻഡ് സിമിലർലി പ്രോബബിലിറ്റി ഓഫ് B3, അതായത് സെഡ് മാനേജർ ആവാനുള്ള പ്രോബബിലിറ്റി ഈസ് 3/9, 3/9. അപ്പം ഫസ്റ്റ് സ്റ്റേജ് ഇവൻറ്റുകളുടെ പ്രോബബിലിറ്റി നമ്മൾ കണ്ടുവച്ചു. പ്രോബബിലിറ്റി ഓഫ് B1 is 4/9, പ്രോബബിലിറ്റി ഓഫ് B2 is 2/9 ആൻഡ് പ്രോബബിലിറ്റി ഓഫ് B3 is 3/9. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എ എന്ന് പറഞ്ഞ ഇവൻറ്റിനുള്ള പ്രോബബിലിറ്റി. സെക്കൻഡ് സ്റ്റേജ് ഇവൻറ്റിനെ ഞാൻ എ എന്ന് പേര് കൊടുക്കുന്നു. എ എന്ന് പറഞ്ഞാൽ ബോണസ് സ്കീം ഇസ് ഇൻട്രൊഡ്യൂസ്ഡ്. ബോണസ് സ്കീം ഇസ് ഇൻട്രൊഡ്യൂസ്ഡ്. ഇതിനെയാണ് സെക്കൻഡ് സ്റ്റേജ് ഇവൻറ്റ്. ഇതിനെ നമ്മൾ എ എന്ന് പേര് കൊടുക്കുന്നു. അപ്പം നമുക്ക് കാണേണ്ടത്, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ബോണസ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു, അതായത് എ എന്ന് പറഞ്ഞ ഇവൻറ്റ് നടന്നു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ഇസ് അപ്പോയിൻറ്റഡ് ആസ് ദ മാനേജർ? അപ്പോൾ എക്സ് മാനേജറായിട്ട് വരാനുള്ള ഇവൻറ്റിനെ ഞാൻ B1 കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എന്തിനുള്ള പ്രോബബിലിറ്റിയാണ് ഇവിടെ കാണേണ്ടത്? പ്രോബബിലിറ്റി ഓഫ് B1 ഗിവൺ എ, അതായത് പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ഇസ് അപ്പോയിൻറ്റഡ് ആസ് ദ മാനേജർ ഗിവൺ ദ ബോണസ് സ്കീം ഇസ് ഇൻട്രൊഡ്യൂസ്ഡ്, ഗിവൺ എ. അപ്പോൾ ദ പ്രോബബിലിറ്റി ഓഫ് B1 ഗിവൺ എ എന്നുള്ള രൂപത്തിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് പ്രോബബിലിറ്റി ഓഫ് B1 ഗിവൺ എ കാണാനുള്ള വഴി ബേസ് തിയറം പറഞ്ഞു തരുന്നത്, ദിസ് ഇസ് പ്രോബബിലിറ്റി ഓഫ് B1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ B1. ഇതാണ് ന്യൂമറേറ്ററിൽ വരുന്നത്, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ പ്രോബബിലിറ്റി ഓഫ് B1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ B1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് B2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ B2 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് B3 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ B3. ഇങ്ങനെയാണ് നമ്മൾ ഇവൻറ്റുകൾ വരുന്നത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്. ഇഫ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ബോണസ് സ്കീം വിൽ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇഫ് XYZ ബിക്കം ദ മാനേജേഴ്സ് ആർ 0.3, 0.5 ആൻഡ് 0.8 റെസ്പെക്റ്റീവ്ലി. അതായത് നമുക്ക് തന്നിരിക്കുന്നത് എക്സ് മാനേജർ ആണെങ്കിൽ ബോണസ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി, ദറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ B1 നമുക്ക് തന്നിട്ടുണ്ട്, ദറ്റ് ഈസ് 0.3. അതേപോലെ Y മാനേജർ ആണെങ്കിൽ ബോണസ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഇഫ് Y ബിക്കംസ് ദ മാനേജർ, അതായത് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ B2 എന്ന് പറയാം, ദ പ്രോബബിലിറ്റി ഈസ് 0.5. സിമിലർലി പ്രോബബിലിറ്റി ദാറ്റ് ദ ബോണസ് സ്കീം ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇഫ് Z ബിക്കംസ് ദ മാനേജർ, അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ B3 എന്ന് പറയാം, ദറ്റ് ഈസ് 0.8. അപ്പോൾ ഈ പ്രോബബിലിറ്റികളും നമുക്കറിയാം അല്ലേ. അപ്പോൾ ഈ 3 പ്രോബബിലിറ്റീസും നമുക്കറിയാം. അപ്പം നമുക്ക് പ്രോബബിലിറ്റി ഓഫ് B1 അറിയാം, പ്രോബബിലിറ്റി ഓഫ് B2 അറിയാം, പ്രോബബിലിറ്റി ഓഫ് B3 അറിയാം, പിന്നെ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ B1, പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ B2 ആൻഡ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ B3യും നമുക്കറിയാം. അപ്പോൾ ഇതെല്ലാം നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വേണമെച്ചാൽ 4/9 ഇവരെയൊക്കെ നമുക്ക് ഇൻ ടേംസ് ഓഫ് ഡെസിമൽ ടേംസിൽ ഡെസിമൽ നമ്പേഴ്സ് ആക്കിയിട്ട് മാറ്റി എഴുതാം. അപ്പോൾ അങ്ങനെ എഴുതുകയാണെന്ന് വെച്ചാൽ പ്രോബബിലിറ്റി 4/9 is 0.44, 2/9 is 0.22 and 3/9 is 0.33. ഈ വാല്യൂസ് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എന്താ ആൻസർ വരും നോക്കാം. ദിസ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് B1 0.44 ഇൻറ്റു probability of A given B1, that is 0.3, divided by 0.44 into 0.3 plus probability of B2 is 0.22 into probability of A given B2 is 0.5 plus probability of B3 is 0.33 into probability of A given B3 is 0.8. അപ്പോൾ ഇതാണ് വാല്യൂസ് കൊടുക്കുന്നത്. ഇവരെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ 0.26 എന്നാണ്.
ഇതാണ് നമ്മളുടെ റിക്വയർഡ് പ്രോബബിലിറ്റി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 23rd ക്വസ്റ്റ്യൻ. Given the probability mass function as follows: f of x is equal to k if x is equal to 0, is equal to 2k if x is equal to 1, is equal to 3k if x is equal to 2, and is equal to 0 elsewhere. That is first question, find the value of k. Second, determine the distribution function and sketch it graphically. Third one is find the probabilities, probability of x greater than or equal to 2, probability of x less than or equal to 1, and probability of 0 less than x less than 2. Fourth question, what is the smallest value of m such that probability of x less than m is greater than 0.5. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉള്ളത്. അതിലപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് കെ ആണ്. എക്സ് 0 ആകുമ്പോൾ 2k എക്സ് 1 ആകുമ്പോൾ 3k എക്സ് 2 ആകുമ്പോൾ ബാക്കി എല്ലാവിടെയും എഫ് ഓഫ് എക്സ് 0 ആണ്. അപ്പം കെ കണ്ടുപിടിക്കാനുള്ള വഴി നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് ടോട്ടൽ പി എം എഫ്. പി എം എഫിൻ്റെ ടോട്ടൽ എടുത്താൽ, ഇവരുടെ സം എടുത്താൽ നമുക്ക് 1 എന്നുള്ള ആൻസർ കിട്ടണം. അല്ലെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം, സമ്മേഷൻ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് ഷുഡ് ബി ഈക്വൽ ടു 1. അപ്പം നമ്മൾ എഫ് ഓഫ് എക്സുകളൊക്കെ ആഡ് ചെയ്യാണ്. ദറ്റ് ഈസ് കെ പ്ലസ് 2k പ്ലസ് 3k ഇസ് ഈക്വൽ ടു 1. ദറ്റ് ഈസ് 6k ഇസ് ഈക്വൽ ടു 1 എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പറയാം k ഇസ് ഈക്വൽ ടു 1/6. അപ്പോൾ k 1/6 എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ k 1/6 കിട്ടിയാൽ എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്തെഴുതാം? എക്സ് 0 ആവുമ്പോൾ ഇറ്റ് ഈസ് 1/6. എക്സ് 1 ആവുമ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് 2/6. എക്സ് 2 ആവുമ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് 3/6. ഇങ്ങനെയാണ് നമ്മുടെ എഫ് ഓഫ് എക്സ് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡിറ്റർമിൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആൻഡ് സ്കെച്ച് ഇറ്റ് ഗ്രാഫിക്കലി. അപ്പം നമ്മൾ എഫ് ഓഫ് എക്സ് ഇപ്പോൾ കണ്ടുപിടിച്ചു. കെയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് എഫ് ഓഫ് എക്സിന് നമ്മൾ എക്സിന് 0, 1, 2, 3 എന്നുള്ള വാല്യൂവിൽ എഫ് ഓഫ് എക്സ് ഇസ് 1/6, 2/6 ആൻഡ് 3/6 എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണ്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എക്സ് അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു സമ്മേഷൻ -∞ ടു എക്സ് എഫ് ഓഫ് എക്സ്. ഇങ്ങനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നത്. അതായത് -∞ മുതൽ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സ് വാല്യൂ വരെ ഉള്ള എഫ് ഓഫ് എക്സുകളെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എക്സും എഫ് ഓഫ് എക്സും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴെ ഞാൻ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കാണാൻ വേണ്ടി ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റെപ്പായിട്ട് നമുക്ക് ഇവരെ ആഡ് ചെയ്തിട്ട് ഈ ടേബിൾ രൂപത്തിൽ നമുക്ക് ആദ്യം എഴുതി വയ്ക്കാം. അപ്പം ക്യാപിറ്റൽ എഫ് ഓഫ് എക്സസ് ആദ്യം, ഇതിന് മുമ്പിൽ ഒന്നും ആഡ് ചെയ്യാനില്ല എഫ് ഓഫ് എക്സിൻ്റെ. അപ്പോൾ ഇവിടെ നമ്മൾ 1/6 എന്ന് എഴുതുന്നു അല്ലേ. ഇനിയിപ്പോൾ 1 വരുമ്പോൾ അല്ലേ നമ്മൾ ഇത് രണ്ടിനെ ആഡ് ചെയ്തിട്ട് എഴുതണം. അതായത് 1/6 പ്ലസ് 2/6 എന്ന് ആഡ് ചെയ്തിട്ട് എഴുതണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/6. ഇനി അടുത്ത വാല്യൂവിലേക്ക് എത്തുമ്പോൾ ഇതിന് മുമ്പുള്ള എല്ലാ എഫ് ഓഫ് എക്സുകളെ ആഡ് ചെയ്തിട്ട് എഴുതണം. അതായത് 1/6 പ്ലസ് 2/6 പ്ലസ് 3/6. അപ്പോൾ നമ്മൾ 1/6 പ്ലസ് 2/6 നമുക്ക് 3/6 കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈ 3/6നെ കൂടി ആഡ് ചെയ്യുന്നു. ദെൻ വി വിൽ ഗെറ്റ് ദിസ് ആസ് 6/6 വിച്ച് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ എഫ് ഓഫ് എക്സിനെ നമുക്ക് എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്? 0 വരെ. ആക്ച്വലി എഫ് ഓഫ് എക്സ് എല്ലാ റിയൽ വാല്യൂസിലും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാം 0 വരെ നമ്മളിവിടെ എഴുതിയിട്ടില്ല. അപ്പം ഇവിടെ എഴുതിയിട്ടില്ല മീൻസ് 0 വരെയുള്ള വാല്യൂസിൽ ശരിക്കും എഫ് ഓഫ് എക്സ് 1 ആണ്. അതായത് -∞ ടു 0 വരെയുള്ള റേഞ്ചിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണ്? 0 തന്നെയാണ് ഉണ്ടാവുന്നത്. എന്നാൽ 0 തുടങ്ങിക്കഴിഞ്ഞാൽ 0 മുതൽ 1 എന്ന് പറയുന്ന വാല്യൂ എത്തുന്ന വരെയുള്ള എക്സുകൾക്കൊക്കെയാണ് എഫ് ഓഫ് എക്സ് എന്ത് വരുന്നത്? 1/6 വരുന്നത്. പിന്നെ നമ്മൾ 1 തുടങ്ങിക്കഴിഞ്ഞാൽ
1 ഇൻക്ലൂഡഡ് ആണ്. 1 തുടങ്ങിക്കഴിഞ്ഞ് 2 എന്ന് പറയുന്ന വാല്യൂ എത്തുന്ന വരെയുള്ള എല്ലാ എക്സ് വാല്യൂകളിലും എഫ് ഓഫ് എക്സ് ഇസ് 3/6. പിന്നെ 2 തുടങ്ങിക്കഴിഞ്ഞു, 2 ഇൻക്ലൂഡഡ് ആണ്. 2 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള എല്ലാ എക്സ് വാല്യൂകളിലും എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? 1 ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് ശരിക്കും എഫ് ഓഫ് എക്സിനെ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സിനെ എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് 0 ആണ്. ഏത് റേഞ്ചിൽ? -∞ ടു 0 മുതൽ. ആൻഡ് 0 to 1 എന്ന് പറയുന്ന റേഞ്ചിൽ 1/6 ആണ്. 1 to 2 എന്ന് പറയുന്ന റേഞ്ചിൽ 3/6 ആണ്. 2 to ഇൻഫിനിറ്റി എന്ന് പറയുന്ന റേഞ്ചിൽ 1 ആണ്. അപ്പോൾ നമുക്ക് ഇവരെ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. എഫ് ഓഫ് എക്സിനെ നമുക്ക് ഈ രൂപത്തിൽ എഴുതാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഇഫ് -∞ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0 ഇസ് ഈക്വൽ ടു 1/6 ഇഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1 3/6 if 1 less than or equal to x less than 2 and is equal to 1 if 2 less than or equal to x less than plus infinity. ഇങ്ങനെയാണ് അതിൻ്റെ ശരിയായ രീതിയിൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ എഴുതുന്നത്. ഇനി നമുക്ക് അതിനെ ഗ്രാഫിക്കലായിട്ട് സ്കെച്ച് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എഫ് ഓഫ് എക്സിനെ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മളിവരെ സ്കെച്ച് ചെയ്യണം. അപ്പോൾ സ്കെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കതിൻ്റെ ഗ്രാഫ് വരയ്ക്കാം. അപ്പോൾ നമ്മളിവിടെ ഗ്രാഫിന് വേണ്ടിയിട്ടുള്ള എക്സ് ആക്സിസും വൈ ആക്സിസും മാർക്ക് ചെയ്തിട്ടുണ്ട്. എക്സ് ആക്സിസിൽ നമ്മൾ എക്സിൻ്റെ വാല്യൂസാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ വൈ ആക്സിസിൽ നമ്മൾ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ വാല്യൂസിനെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈക്വൽ ഇൻ്റർവെല്ലിൽ 1/6 2/6 3/6 മുതൽ 6/6 വരെ ഇവിടെ ഡിവൈഡ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഞാൻ 1 2 3 എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 0 വരെ -∞ മുതൽ 0 വരെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0 തന്നെയാണ്. അപ്പം -∞ തുടങ്ങിയിട്ട് 0 വരെ നമ്മളെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്തുതന്നെയാണ്? 0 തന്നെയാണ്. പിന്നെ പറയുന്നത് 0 മുതൽ 1 വരെ 0 മുതൽ 1 വരെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണ്? 1/6 ആണ്. അതായത് 0 ഇവിടുന്ന് തുടങ്ങി 0 മുതൽ 1 എത്തുന്നത് വരെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഇസ് 1/6. ഓക്കെ, അപ്പോൾ 1 എത്തിക്കഴിഞ്ഞു. ഇനി 1 മുതൽ 2 വരെയുള്ള പോയിന്റുകളിൽ എന്താണ്? 3/6 ആണ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ. അപ്പം 1 മുതൽ 1 തുടങ്ങിയിട്ട് 1 മുതൽ 2 എത്തുന്നത് വരെ 2 വരെ എത്തുന്നത് വരെ 3/6 ആണ് വാല്യൂ അല്ലേ? ഇപ്പോൾ 2 എത്തിക്കഴിഞ്ഞ് ഇനി ഇൻഫിനിറ്റി വരെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 1 ആണ്. 1 എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം 6/6. അപ്പോൾ 2 മുതൽ ഇൻഫിനിറ്റി വരെ എഫ് ഓഫ് എക്സ് അതങ്ങനെ കണ്ടിന്യൂ ചെയ്തപ്പം അതുവരെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പം ഈ രീതിയിലാണ് നമ്മൾ ഗ്രാഫിക്കലായിട്ട് എഫ് ഓഫ് എക്സിനെ പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു സ്റ്റെപ്പ് ഫംഗ്ഷനാണ് അല്ലേ? ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ, ഇങ്ങനെ സ്റ്റെപ്പ് പോലെ പോകുന്നൊരു ഫംഗ്ഷനാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതാണ് ഒരു ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള റാൻഡം വേരിയബിളിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ ഗ്രാഫിക്കലായി പ്ലോട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഷേപ്പ്. ഇനി ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് പ്രോബബിലിറ്റീസ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഫൈൻ പ്രോബബിലിറ്റീസ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. അത് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ 2 അതിനെക്കാട്ടോ അധികമാവാനുള്ള പ്രോബബിലിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മൾ റാൻഡം വേരിയബിൾ 0 1 and 2 വരെയാണ് വാല്യൂസ് എടുക്കുന്നത് അല്ലേ? അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ ഇവിടെ എക്സ് എടുക്കുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2? അതിനെയാണ് നമ്മൾ എഫ് ഓഫ് 2 എന്ന് പറയുന്നത്. കാരണം നമ്മൾ എഫ് ഓഫ് എക്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ദാറ്റ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എക്സ് എന്നാണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എക്സിനെ എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. അതേപോലെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2ന് എനിക്ക് എഫ് ഓഫ് 2 എന്ന് എഴുതാം. വാട്ട് ഈസ് എഫ് ഓഫ് 2? എഫ് ഓഫ് 2 ഈസ് 3/6. ഇവിടെ ആൻസർ 3/6, അല്ലെങ്കിൽ നമുക്കതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് 1/2 or 0.5 എന്ന് എഴുതാം.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വി ഹാവ് ടു ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. എക്സിൻ്റെ വാല്യൂ 1ഓ 1നെക്കാട്ടോ കുറവോ ആവണം. 1ഓ 1നെക്കാട്ടോ കുറവാവുക എന്ന് പറഞ്ഞാൽ എക്സിന് ഏതൊക്കെ വാല്യൂ എടുക്കാം? എക്സിന് 0 എടുക്കാം, 1 എടുക്കാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുണ്ടല്ലോ, അപ്പം 0 എടുക്കാം, 1 എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0? അതിന് നമ്മൾ എഫ് ഓഫ് 0 എന്ന് പറയുന്നു. പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ഇസ് എഫ് ഓഫ് 1. ദിസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 0 ഇസ് 1/6 പ്ലസ് എഫ് ഓഫ് 1 ഇസ് 2/6. അപ്പോൾ 1/6 പ്ലസ് 2/6 ആണ്. ദാറ്റ് ഇസ് 3/6 ഓർ 1/2. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റി ദാറ്റ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2. എക്സിൻ്റെ വാല്യൂ 0വിൻ്റെയും 2വിൻ്റെയും ഇടയിലായിരിക്കണം. 0ഉം 2ഉം ഇവിടെ ഇൻക്ലൂഡഡ് അല്ല, വെറും ലെസ് ദാനേ ഉള്ളൂ അല്ലേ. അപ്പോൾ 0ൻ്റെയും 2വിൻ്റെയും ഇടയിലുള്ള എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ആകെ ഒരു വാല്യൂവേ ഉള്ളൂ. ദറ്റ് ഈസ് ഹിയർ വി ഹാവ് ടു ഫൈൻഡ് പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1, വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 1. വാട്ട് ഈസ് എഫ് ഓഫ് 1? എഫ് ഓഫ് 1 ഇസ് ഈക്വൽ ടു 2/6, or we can write this as 1/3. ഇനി അത് അടുത്ത ക്വസ്റ്റ്യൻ, what is the smallest value of m such that probability of x less than m is greater than 0.5? അപ്പം നമ്മളിവിടെ എമ്മിൻ്റെ സ്മോളസ്റ്റ് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ദാറ്റ് എക്സ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ എം എന്ന് കൊടുക്കാത്താൽ കിട്ടുന്ന പ്രോബബിലിറ്റി 0.5നെക്കാട്ടും ഗ്രേറ്റർ ആയിരിക്കണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രയൽ ആൻഡ് ഇറർ മെത്തേഡ്, നമ്മൾ എമ്മിന് ഓരോ വാല്യൂസ് എക്സിൻ്റെ ഇപ്പോൾ 0 കൊടുത്തു നോക്കുന്നു, 1 കൊടുത്തു നോക്കുന്നു, 2 കൊടുത്തു നോക്കുന്നു. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ എമ്മിന് 0 കൊടുത്തു നോക്കുകയാണ്. അപ്പോൾ പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ലെസ് ദാൻ 0, എക്സിൻ്റെ വാല്യൂ 0നെക്കാട്ടും കുറവാവാനുള്ള പ്രോബബിലിറ്റി. എക്സ് 0നെക്കാട്ടും കുറവാവുന്നുണ്ടോ? ഇല്ല. എക്സ് 0, 1, 2 എന്ന് പറയുന്ന വാല്യൂസ് എടുക്കുന്നത്. സോ ദിസ് പ്രോബബിലിറ്റി ഈസ് 0. അപ്പോൾ ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ 0.5 എന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം എം 0 അല്ല. ഇനി അടുത്തതായിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത് എമ്മിന് ഞാൻ 1 ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് കിട്ടുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ 1. അപ്പോൾ എക്സ് 1നെക്കാട്ടും കുറവാവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അപ്പോൾ എക്സ് 1നെക്കാട്ടും കുറവാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിൻ്റെ വാല്യൂ 0 ആവുക. പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ നമ്മൾ 0 ആവണം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0 ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 1/6 ആണ്. അപ്പോൾ അതും നമ്മൾ എന്തില്ല, 0.5നെക്കാട്ടും കൂടുതലായിട്ടില്ല അല്ലേ. നൗ വിൽ ചെക്ക് എം ഇസ് ഈക്വൽ ടു 2. എം ഇസ് ഈക്വൽ ടു 2 എന്താണ് എന്ന് നോക്കാം. അപ്പോൾ എം 2 ആവുമ്പോൾ നമുക്ക് കിട്ടുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 2. എക്സ് ലെസ് ദാൻ 2 ആവുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? പ്രോബബിലിറ്റി ഓഫ് എക്സിൻ്റെ വാല്യൂ 2നെക്കാട്ടും കുറവാവുക എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആവാം, പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ആവാം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/6 പ്ലസ് 2/6 എന്നാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് 3/6 വിച്ച് ഇസ് ഈക്വൽ ടു 1/2 എന്ന് വരുന്നു. ദാറ്റ് ഈസ് 0.5. അത് ഈക്വൽ ടു 0.5 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എമ്മിന് നമുക്ക് അടുത്ത വാല്യൂ കൊടുത്തു വെക്കാം. എമ്മിന് നമുക്ക് 2നെക്കാട്ടും വലിയൊരു വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 3 എന്ന് കൊടുത്തു വെക്കാം അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് എം ഇസ് ഈക്വൽ ടു 3 ആയാൽ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 3, എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ 3 ആവുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് വരുന്നു. ദാറ്റ് ഈസ് 1/6 പ്ലസ് 2/6 പ്ലസ് 3/6 എന്നാണ് വരുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു 1. 6/6 എന്ന് പറയുന്നു 1. അപ്പോൾ നമുക്ക് പറയാം ഇവിടുന്ന് എമ്മിൻ്റെ സ്മോളസ്റ്റ് ഇൻറ്റിജർ വാല്യൂ ഇസ് ഈക്വൽ ടു 3.
അടുത്ത ക്വസ്റ്റ്യൻ, ലെറ്റ് ദ ജോയിൻറ്റ് PDF of x comma y be f of x comma y is equal to k into xy plus 2x plus 3y plus 6, 0 less than x less than 1, 0 less than y less than 1 and 0 elsewhere. Find k. Examine whether x and y are independent. അപ്പോൾ നമുക്ക് ജോയിൻ PDF തന്നിട്ടുണ്ട് ആൻഡ് എക്സിൻ്റെയും വൈൻ്റെയും റേഞ്ചും 0 to 1 ആണ്. നമുക്ക് ആദ്യം കെയിൻ്റെ വാല്യൂ ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കെയിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ടോട്ടൽ PDF ഇസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ടോട്ടൽ PDF, അപ്പോൾ ഇവിടെ ജോയിൻ PDF ആണ്, ടോട്ടൽ PDF 1 എന്ന് കിട്ടണം. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ എക്സ് ഇൻ്റഗ്രൽ ഓവർ വൈ f of x comma y dx dy. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? 1 എന്നുള്ള ആൻസറാണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. എക്സിൻ്റെ റേഞ്ച് ഇൻ്റഗ്രൽ 0 to 1, വൈൻ്റെ റേഞ്ച് ഇൻ്റഗ്രൽ 0 to 1. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ k ഇൻറ്റു എക്സ് വൈ പ്ലസ് 2x പ്ലസ് 3y പ്ലസ് 6 dx dy. dx dy ഇസ് ഈക്വൽ ടു 1 എന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കെനെ കോമൺ ആയിട്ടുള്ള കോൺസ്റ്റൻ്റ് ആണ്, പുറത്തേക്ക് വയ്ക്കാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്റ്റ് ടു വൈ ആണ്. അതായത് ഇവിടെ നമ്മൾ ഇൻ്റഗ്രൽ 0 to 1 k ഇൻറ്റു എക്സ് വൈ കെ പുറത്തേക്ക് എടുത്തു, എക്സ് വൈ പ്ലസ് 2x പ്ലസ് 3y പ്ലസ് 6 dy. ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്റ്റ് ടു വൈ ആദ്യം ചെയ്യുന്നു, വൈന് അതിൻ്റെ റേഞ്ചൊക്കെ കൊടുക്കുന്നു, അതിനുശേഷം വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, എന്നിട്ടാണ് നമ്മൾ കെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ കെ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 എക്സ് വൈനെ നമ്മൾ വിത്ത് റെസ്പെക്റ്റ് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എക്സ് ഇൻറ്റു വൈനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y²/2 എന്ന് കിട്ടുന്നു, പ്ലസ് 2xനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2x ഇൻറ്റു വൈ പ്ലസ് 3yനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 3 ഇൻറ്റു y²/2 പ്ലസ് 6നെ വിത്ത് റെസ്പെക്റ്റ് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 6y. ബിറ്റ്വീൻ ലിമിറ്റ്സ് 0 and 1 dx ഇസ് ഈക്വൽ ടു 1 എന്നാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് k ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1. ഇനി നമ്മൾ വൈനാണ് അതിൻ്റെ റേഞ്ച് കൊടുക്കുന്നത്, അപ്പർ ലിമിറ്റ് 1 കൊടുക്കുമ്പോൾ എക്സ് ഇൻറ്റു 1/2 എന്ന് വരും. അപ്പോൾ ദറ്റ് ഈസ് x/2 പ്ലസ് ഇവിടെ 2x ഇൻറ്റു 1 എന്ന് വരുന്നു. അപ്പോൾ 2x പ്ലസ് വൈന് 1 കൊടുക്കുമ്പോൾ 3/2 എന്ന് പറയുന്നു, പ്ലസ് 6y എന്ന് പറയുമ്പോൾ 6 എന്ന് വരുന്നു. അപ്പോൾ ഇതാണ് നമുക്ക്, പിന്നെ 0 ആണ് വൈന് കൊടുക്കുന്നത്. അപ്പോൾ ഈ ടേമുകളെല്ലാം 0 ആയിപ്പോവും. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ദാറ്റ് ഈസ് ദാറ്റ് dx ഇസ് ഈക്വൽ ടു 1. അതായത് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് k ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 എന്ന് വന്നിട്ടുണ്ട്. x/2 പ്ലസ് 2x ആണ് വന്നിരിക്കുന്നത്. അതിന് നമുക്ക് 5/2x എന്ന് എഴുതാം. പ്ലസ് 3/2 പ്ലസ് 6 എന്ന് വന്നിട്ടുണ്ട്. അതിന് നമുക്ക് 15/2 കമ്പൈൻ ചെയ്തിട്ട് എഴുതും അല്ലേ. അപ്പോൾ ഇവിടെയുള്ള രണ്ട് ടേമുകൾ 2x/2 പ്ലസ് 2x, ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എക്സ് പ്ലസ് 4x/2 അതാണ് 5x/2 എന്ന് കിട്ടിയിരിക്കുന്നത്. അവർ 3/2 പ്ലസ് 6 നമ്പേഴ്സിന് കമ്പൈൻ ചെയ്തിട്ട് എഴുതാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3 പ്ലസ് 2 ഇൻറ്റു 6 12/2 എന്ന് എഴുതി, അങ്ങനെ 15/2 എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എഴുതിയിരിക്കുന്നു. dx ഇസ് ഈക്വൽ ടു 1 എന്നാണ് വരുന്നത് അല്ലേ. ഓർ k ഇൻറ്റു, ഇനി നമുക്ക് വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ദറ്റ് ഈസ് 5/2 ഇൻറ്റു എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x²/2 എന്ന് വരുന്നു, പ്ലസ് 15/2 വിച്ച് ഇസ് എ കോൺസ്റ്റൻറ്റ്, അതിന് വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 15/2 ഇൻറ്റു എക്സ്, ബിറ്റ്വീൻ ലിമിറ്റ്സ് 0 and 1 ദറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഓർ ദിസ് ഇസ് k ഇൻറ്റു 5/4x² പ്ലസ്
15/2 എക്സ് എന്നാണ് വരുന്നത് ബിറ്റ്വീൻ ലിമിറ്റ്സ് 0 and 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇനി എക്സിന് ഞാൻ 1 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് k ഇൻറ്റു 5/4 പ്ലസ് 15/2. എക്സിന് 0 കൊടുക്കുമ്പം ഈ ടേംസ് എല്ലാം 0 ആയി പോവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ 5/4 ഉണ്ട് 15/4 ഉണ്ട്. നമ്മൾ LCM എടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഇവിടെ ഇപ്പം 10 നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 10 പ്ലസ് 60 70 ഡിവൈഡഡ് ബൈ 8 എന്നാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഓർ k ഈസ് ഈക്വൽ ടു 8/70 ഓർ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 4/35. അപ്പോൾ ഇതാണ് നമ്മളുടെ കെയുടെ വാല്യൂ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കെയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എഫ് ഓഫ് എക്സിനെ ഇങ്ങനെ എഴുതാം. എഫ് ഓഫ് എക്സ് കോമ വൈ ക്യാൻ ബി റിട്ടൺ ആസ് ജോയിൻറ്റ് PDF. എഫ് ഓഫ് എക്സ് കോമ വൈ ക്യാൻ ബി റിട്ടൺ ആസ് എഫ് ഓഫ് എക്സ് കോമ വൈ ഇസ് ഈക്വൽ ടു 4/35 ഇൻറ്റു എക്സ് വൈ പ്ലസ് 2x പ്ലസ് 3y പ്ലസ് 6 എന്ന് എഴുതാം. 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1, 0 ലെസ് ദാൻ വൈ ലെസ് ദാൻ. ഇനി നമ്മളോട് എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണോ എന്നാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മളതിൻ്റെ മാർജിനൽ PMF കാണും. അപ്പോൾ ഞാൻ ആദ്യം മാർജിനൽ PMF ഓഫ് എക്സ് ആണ് കാണുന്നത്. അപ്പോൾ മാർജിനൽ PMF ഓഫ് എക്സ് F1 ഓഫ് എക്സ് കാണാനുള്ള ഫോർമുല F1 ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ വൈ എഫ് ഓഫ് എക്സ് കോമ വൈ dy എന്ന് ചെയ്യലാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു integral 0 to 1, that is the range of y. F of x comma y is 4/35 into xy plus 2x plus 3y plus 6 dy. That is equal to 4/35 into ഈ ടേമുകളെല്ലാം വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സ് വൈനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് ഇൻറ്റു y²/2 പ്ലസ് 2x വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 2xy പ്ലസ് 3yനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 3 ഇൻറ്റു y²/2, 6നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 6y എന്ന് കിട്ടുന്നു ബിറ്റ്വീൻ ലിമിറ്റ്സ് 0 and 1. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 4/35 ഇൻറ്റു വൈന് അതിൻ്റെ അപ്പർ ലിമിറ്റായിട്ടുള്ള 1 കൊടുക്കുന്നു. അപ്പം എക്സ് ഇൻറ്റു 1²/2 ദറ്റ് ഇസ് x/2 പ്ലസ് 2x ഇൻറ്റു 1 ദറ്റ് ഇസ് 2x പ്ലസ് 3y²/2 3 ഇൻറ്റു 1²/2 3/2 പ്ലസ് 6 ഇൻറ്റു 1 6 മൈനസ് ലോവർ ലിമിറ്റായിട്ടുള്ള 0 വൈന് കൊടുക്കുകയാണെന്ന് വെച്ചാൽ എല്ലാ ടേമുകളും 0 ആയിട്ട് പോവും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സിൻ്റെ ടേമുകളെ കമ്പൈൻ ചെയ്തിട്ട് എഴുതാം ആൻഡ് കോൺസ്റ്റൻറ്റ് ടേമുകളെ കമ്പൈൻ ചെയ്തിട്ട് എഴുതാം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 4/35 ഇൻറ്റു x/2 പ്ലസ് 2x ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് നേരത്തെ എഴുതിയ പോലെ 5/2x എന്ന് എഴുതാം പ്ലസ് 3/2 പ്ലസ് 6 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3 പ്ലസ് 12/2 ഇറ്റ് ഈസ് 15/2 എന്ന് നമുക്ക് എഴുതാം. നമുക്ക് ഇങ്ങനെ കിട്ടി. വേണിച്ചാൽ ഇവിടെ ഒന്നും കൂടി വരെ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ അതായത് ഇവിടെ 5 ക്യാൻസൽ ചെയ്യുക 2 ക്യാൻസലൊക്കെ ചെയ്ത് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ F1 ഓഫ് എക്സ് വിൽ ബി ഓഫ് ദ ഫോം 2/7 ഇൻറ്റു എക്സ് പ്ലസ് 3. അതായത് നമ്മളിവിടെ 2ഉം 2ഉം ഈ 4ഉം ക്യാൻസൽ ചെയ്യും. അപ്പോൾ ഇവിടെ 2 കിട്ടി. പിന്നെ 5 ക്യാൻസൽ ചെയ്തു, ഇവിടെ 7 കിട്ടി. അപ്പോൾ എക്സ് പ്ലസ് 3 2/7 ഇൻറ്റു എക്സ് പ്ലസ് 3 ദിസ് ഇസ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. ഇതാണ് അതിൻ്റെ റേഞ്ച്. ദിസ് ഇസ് ദ റേഞ്ച് ഓഫ് എക്സ്. അപ്പോൾ ആദ്യം നമുക്ക് എക്സിൻ്റെ PDF കിട്ടി. സിമിലർലി നമ്മൾ വൈൻ്റെ PDF കൂടി കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ മാർജിനൽ PDF ഓഫ് വൈ F2 ഓഫ് വൈ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് കോമ വൈ dx. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ദാറ്റ് ഇസ് ഇൻ്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ 4/35 ഇൻറ്റു എക്സ്
xy പ്ലസ് 2x പ്ലസ് 3y പ്ലസ് 6 dx. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4/35 ഇസ് എ കോൺസ്റ്റൻറ്റ്. അതിനെ ഞാൻ പുറത്തേക്ക് വെക്കുന്നു. എക്സ് വൈനെ ഇപ്പം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം x²/2 വൈന് അതേപോലെ y പ്ലസ് 2xനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 2 ഇൻറ്റു x²/2 പ്ലസ് 3yനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 3y ഇൻറ്റു എക്സ് പ്ലസ് 6നെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 6x ബിറ്റ്വീൻ ലിമിറ്റ്സ് 0 and 1. ഇനി നമുക്ക് എക്സിന് അതിൻ്റെ ലിമിറ്റ്സ് കൊടുക്കാം. അപ്പോൾ ലിമിറ്റായിട്ടുള്ള 1 കൊടുക്കുമ്പോൾ 4/35 ഇൻറ്റു 1² ഇൻറ്റു y/2 ദറ്റ് ഈസ് y/2 പ്ലസ് ഇവിടെ ഓൾറെഡി 2ഉം 2ഉം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ x² മാത്രമേ ഉള്ളൂ. ദറ്റ് ഈസ് 1² 1 പ്ലസ് 3y ഇൻറ്റു 1 ദറ്റ് ഈസ് 3y പ്ലസ് 6 ഇൻറ്റു 1 ഇസ് 6. ഇനി എക്സിന് 0 കൊടുത്താൽ ലോവർ ലിമിറ്റ് കൊടുത്താൽ എല്ലാ ടേംസും 0 ആയിട്ട് പോകും. ഓർ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 4/35 ഇൻറ്റു y/2ഉം 3yയും കൂടി കമ്പൈൻ ചെയ്യാം. അപ്പോൾ y/2 പ്ലസ് 3y എന്ന് പറഞ്ഞാൽ നമുക്ക് 7y/2 എന്ന് കിട്ടും. അതായത് y/2 പ്ലസ് 3y പറഞ്ഞാൽ y/2 പ്ലസ് 6y/2 7y എന്ന് കിട്ടുന്നു. പ്ലസ് 1 പ്ലസ് 6 ചെയ്താലും 7 അല്ലേ. അപ്പോൾ ഇതിന് ഇതേപോലെ 7 ക്യാൻസൽ ചെയ്യാം. നമുക്കിവിടെ 2 ഉണ്ട്, അതും ക്യാൻസൽ ചെയ്തിട്ട് എഴുതുകയാണെങ്കിൽ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 2/5 ഇൻറ്റു y പ്ലസ് 2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതുമ്പോൾ y പ്ലസ് 2 എന്ന് എഴുതാം. ദിസ് ഇസ് 0 ലെസ് ദാൻ y ലെസ് ദാൻ 1. അപ്പോൾ നമുക്ക് f1 ഓഫ് എക്സും കിട്ടിയിട്ടുണ്ട്, f2 ഓഫ് വൈയും കിട്ടിയിട്ട്. അതായത് നമുക്ക് f1 ഓഫ് എക്സ് കിട്ടിയിരിക്കുന്നത് f1 ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2/7 ഇൻറ്റു എക്സ് പ്ലസ് 3 എന്നാണ്. 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. f2 ഓഫ് വൈ കിട്ടിയിരിക്കുന്നത് 2/5 ഇൻറ്റു വൈ പ്ലസ് 2 എന്നാണ്. ഇവിടെയും 0 ലെസ് ദാൻ വൈ ലെസ് ദാൻ 1. അപ്പോൾ ഇവർ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമുക്ക് f1 ഓഫ് എക്സ് ഇൻറ്റു f2 ഓഫ് വൈ ചെയ്താൽ f ഓഫ് എക്സ് കോമ വൈ കിട്ടണം. അതായത് ഇങ്ങനെ f1 ഓഫ് എക്സ് ഇൻറ്റു f2 ഓഫ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ f1 ഓഫ് എക്സ് ഇൻറ്റു f2 ഓഫ് വൈ ചെയ്ത് നോക്കുകയാണ്. f1 ഓഫ് എക്സ് ഇൻറ്റു f2 ഓഫ് വൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2/7 ഇൻറ്റു എക്സ് പ്ലസ് 3 ഇൻറ്റു 2/5 ഇൻറ്റു വൈ പ്ലസ് 2 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ആദ്യം നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം. നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 4/35 2/7 ഇൻറ്റു 2/5. ഇനി നമുക്ക് എക്സ് പ്ലസ് 3 ഇൻറ്റു വൈ പ്ലസ് 2നെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ആദ്യം എന്താ വരിക, എക്സ് ഇൻറ്റു വൈ പ്ലസ് 2x ഇൻറ്റു 2 ദറ്റ് ഈസ് 2x പ്ലസ് 3 ഇൻറ്റു വൈ 3y പ്ലസ് 3 ഇൻറ്റു 2 ദറ്റ് ഈസ് 6. അപ്പോൾ f1 ഓഫ് എക്സ് ഇൻറ്റു f2 ഓഫ് വൈ ചെയ്തപ്പോൾ നമുക്ക് ഇതാണ് കിട്ടിയത്. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു അവർ ജോയിൻറ്റ് PDF എക്സ് കോമ വൈ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ്. എക്സും വൈയും നമുക്കിവിടെ ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ സാധിച്ചു. ഇനി നമുക്ക് 25th ക്വസ്റ്റ്യൻ നോക്കാം. The following figures represents the relationship between heights of fathers and heights of sons in inches. അപ്പോൾ ഫാദേഴ്സിൻ്റെ ഹൈറ്റിനെ എക്സ് കൊണ്ടും സൺസിൻ്റെ ഹൈറ്റിനെ വൈ കൊണ്ടുമാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്സും വൈൻ്റെയും വാല്യൂസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഒബ്റ്റെയിൻ ദ 2 റിഗ്രഷൻ ലൈൻസ്. പ്രെഡിക്റ്റ് ദ ഹൈറ്റ് ഓഫ് ദ സൺ ഇഫ് ദ ഹൈറ്റ് ഓഫ് ദ ഫാദർ ഇസ് 65 inches. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആദ്യം 2 റിഗ്രഷൻ ലൈനുകൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് 2 റിഗ്രഷൻ ലൈൻസ് ഉണ്ട്. അപ്പോൾ വൈ ഓൺ എക്സും എക്സ് ഓൺ വൈയും ഉണ്ട്. അപ്പോൾ റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സിനുള്ള ഫോർമുല
y minus y bar is equal to b by x into x minus x bar എന്നാണ്. ആൻഡ് ഇവിടെ ബി വൈ എക്സ് എന്ന് പറയുന്നത് റിഗ്രഷൻ കോയഫിഷ്യൻ്റ് ഓഫ് വൈ ഓൺ എക്സ്. ബി വൈ എക്സ് കാണാനുള്ള ഫോർമുല എൻ ഇൻറ്റു സമ്മേഷൻ എക്സ് വൈ മൈനസ് സമ്മേഷൻ എക്സ് സമ്മേഷൻ വൈ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സമ്മേഷൻ എക്സ് സ്ക്വയർ മൈനസ് സമ്മേഷൻ എക്സ് ദ ഹോൾ സ്ക്വയർ എന്നാണ്. അതേപോലെ നമുക്ക് എക്സ് ഓൺ വൈ എന്ന് പറയുന്ന റിഗ്രഷൻ ലൈനും ഉണ്ട്. അതിനുള്ള ഫോർമുല എക്സ് മൈനസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ എന്നാണ്. ആൻഡ് ദ ബി എക്സ് വൈ ഇസ് ദ റിഗ്രഷൻ കോയഫിഷ്യൻ്റ് ഓഫ് എക്സ് ഓൺ വൈ. And bxy is equal to n into summation xy minus summation x summation y divided by n into summation x square minus summation x the whole square. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമുക്ക് സമ്മേഷൻ എക്സ് വേണം, സമ്മേഷൻ വൈ വേണം, സമ്മേഷൻ എക്സ് സ്ക്വയർ വേണം, ഇവിടെ വൈ സ്ക്വയർ ആണ്, സമ്മേഷൻ വൈ സ്ക്വയർ വേണം, സമ്മേഷൻ വൈ വേണം. അപ്പോൾ ഇതൊക്കെ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. ആൻഡ് സമ്മേഷൻ എക്സ് വൈ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സും വൈയും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്യണത്. വേണമെങ്കിൽ നമുക്കിവിടെ എക്സിനെയും വൈയിനെയും ചെറുതാക്കാം, യുവും വിയും ആയിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാം. പക്ഷെ ഞാനിവിടെ ഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് എഴുതാൻ പോകുന്നത്. അപ്പം എക്സിൻ്റെ വാല്യൂസും വൈൻ്റെ വാല്യൂസും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം സമ്മേഷൻ എക്സ് കണ്ടുപിടിക്കാം. എക്സിൻ്റെ സമ്മ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 473 എന്നാണ് കിട്ടുന്നത്. അതുമാതിരി സമ്മേഷൻ വൈനെ സമ്മ് ചെയ്യുമ്പോൾ, വാല്യൂസിനെ സമ്മ് ചെയ്യുമ്പോൾ നമുക്ക് 478 എന്ന് കിട്ടുന്നു. ഇനി നമുക്ക് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ കോളം ഫില്ല് ചെയ്യാം. അതായത് ഓരോ എക്സ് വാല്യൂവിൻ്റെയും സ്ക്വയർ ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ എക്സ് സ്ക്വയറിൻ്റെ കോളം എല്ലാം ഫില്ല് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അതുമാതിരി വൈൻ്റെ സ്ക്വയറുകൾ കണ്ടിട്ടുണ്ട്. ആൻഡ് എക്സ് ഇൻറ്റു വൈ ഇവരെ മൾട്ടിപ്ലൈ ചെയ്തുള്ള കോളവും എഴുതിയിട്ടുണ്ട്. നമുക്ക് ഓരോ കോളത്തിൻ്റെയും സം ആവശ്യമുണ്ട്. അപ്പോൾ സമ്മേഷൻ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 31,985 ആണ്. സമ്മേഷൻ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 32,678 and summation xy is equal to 32,312. ഇങ്ങനെയാണ് നമുക്ക് വാല്യൂസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ബി വൈ എക്സ് കണ്ടുപിടിക്കാം. ആൻഡ് വൈ ഓൺ എക്സിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ ബി വൈ എക്സ് ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു എൻ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ടോട്ടൽ 7 പെയർസ് ഓഫ് ഒബ്സർവേഷൻസ് ആണുള്ളത്. അപ്പോൾ എൻ ഇസ് ഈക്വൽ ടു 7 ആണ്. അപ്പോൾ 7 ഇൻറ്റു സമ്മേഷൻ എക്സ് വൈ 32,312 മൈനസ് സമ്മേഷൻ എക്സ് 473 ഇൻറ്റു സമ്മേഷൻ വൈ ദറ്റ് ഈസ് 478 ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സമ്മേഷൻ എക്സ് സ്ക്വയർ ദറ്റ് ഈസ് 7 ഇൻറ്റു സമ്മേഷൻ എക്സ് സ്ക്വയർ ഇസ് 31,985 മൈനസ് summation x the whole square that is 473 square. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പം നമുക്ക് ബി വൈ എക്സിൻ്റെ വാല്യൂ കിട്ടുന്നത് ബി വൈ എക്സ് ഇസ് ഈക്വൽ ടു 0.542 എന്നുള്ള വാല്യൂ ആണ് ബി വൈ എക്സിന് കിട്ടുന്നത്. അപ്പോൾ ബി വൈ എക്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. സിമിലർലി നമുക്ക് ബി എക്സ് വൈൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ദറ്റ് ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു 7 ഇൻറ്റു സമ്മേഷൻ എക്സ് വൈ 32,312 മൈനസ് സമ്മേഷൻ എക്സ് ഇൻറ്റു സമ്മേഷൻ വൈ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സമ്മേഷൻ വൈ സ്ക്വയർ ദറ്റ് ഈസ് 32,678 minus summation y that is 478 the whole square. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ആൻസർ 0.343 എന്നാണ്. അപ്പോൾ നമുക്കിപ്പം ബി വൈ എക്സും കിട്ടി,
ബി എക്സ് വൈയും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ട് റിഗ്രഷൻ ഇക്വേഷൻസ് എഴുതാം. അപ്പം നമ്മൾ ആദ്യം എഴുതുന്നത് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ്, ദാറ്റ് ഈസ് വൈ മൈനസ് വൈ ബാർ എക്സ് ബാർ അല്ലേ. അപ്പം വൈ ബാറും എക്സ് ബാറും നമുക്ക് വേണം. അപ്പം എക്സ് ബാർ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ എക്സ് ബൈ എൻ ആണ്. ദറ്റ് ഈസ് സമ്മേഷൻ എക്സ് ഇസ് 473 ഡിവൈഡഡ് ബൈ 7 എന്ന് ചെയ്യുമ്പം നമുക്ക് 67.57 ആണ് ഇവിടെ കിട്ടുന്നത്. സിമിലർലി വൈ ബാർ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ വൈ ബൈ എൻ ആണ്. ദറ്റ് ഈസ് 478 ബൈ 7 വിച്ച് ഇസ് ഈക്വൽ ടു 68.29. അപ്പോൾ വൈ മൈനസ് വൈ ബാർ എന്ന് എഴുതുമ്പോൾ വൈ മൈനസ് 68.29 ദറ്റ് ഈസ് ഈക്വൽ ടു ബി ബൈ എക്സ്. ബി ബൈ എക്സ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 0.542 എന്നാണ്, ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. എക്സ് ബാർ ഇസ് 67.57. ഇതാണ് നമ്മളുടെ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ്. അതായത് വൈ എന്ന് പറഞ്ഞാൽ ഇവിടെ സണ്ണിൻ്റെ ഏജ് ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് സണ്ണിൻ്റെ ഏജ് നമുക്ക് കണ്ടുപിടിക്കാം ഗിവൺ ദ ഏജ് ഓഫ് ഫാദർ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഫാദറിൻ്റെ ഏജ് എക്സ് ഇസ് ഈക്വൽ ടു 65 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സണ്ണിൻ്റെ ഏജ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? വൈ മൈനസ് 68.29 ഇസ് ഈക്വൽ ടു 0.542 ഇൻറ്റു എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ ഫാദറിൻ്റെ ഏജ് 65 കൊടുക്കുക, മൈനസ് 67.57. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പം 0.542 ഇൻറ്റു മൈനസ് 2.57 എന്ന് കിട്ടുന്നു. ഓർ വൈ ഇസ് ഈക്വൽ ടു ദിസ് പ്ലസ് 68.29 വിച്ച് ഇസ് ഈക്വൽ ടു 66.9. ഇതാണ് ലാസ്റ്റ് പാർട്ടിൻ്റെ ആൻസർ. ഇനി നമുക്ക് എക്സ് ഓൺ വൈയുടെ റിഗ്രഷൻ ഇക്വേഷൻ കൂടി കാണണം. ദറ്റ് ഈസ് എക്സ് മൈനസ് എക്സ് ബാർ, ദറ്റ് ഈസ് എക്സ് മൈനസ് 67.57 is equal to bxy, that is 0.343 into y minus y bar. Y bar is 68.29. ഇതാണ് നമ്മുടെ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ.